നോക്കിക്കേ, ഇത്രയും തക്കാളിയൊക്കെ നമുക്ക് ഒരു ട്രിപ്പ് ഇത്രയും പറിക്കാന്ന് വെച്ചാൽ എന്താ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മൾ എന്തതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നല്ല മുഴുത്ത തക്കാളിയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല അടിപൊളി തക്കാളിയാണ്. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി എന്താ വിളവെടുക്കാത്തതെന്ന്. അയ്യോ, വിളവെടുത്ത് നമ്മൾ കാണിച്ചില്ല അല്ലേ? കാണിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അല്ലേ? അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് കറിക്കൊക്കെ എടുത്തായിരുന്നു, അപ്പോൾ അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ എന്തായാലും നല്ലൊരു അടിപൊളി വിളവെടുപ്പാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് തക്കാളിയോടെ. അത് കണ്ടാൽ നമുക്ക് കൊതി വരും, തക്കാളി നിൽക്കുന്ന കണ്ടാൽ തന്നെ. എന്ത് രസമെന്ന് നോക്കിയാൽ എല്ലാം നല്ല ബൾബ് കത്തിച്ചിട്ടേക്കുന്ന ചുവപ്പും പച്ചയും എല്ലാം ഉണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ്, കഴിഞ്ഞ വർഷം ഇത്രയും തക്കാളി പിടിച്ചിട്ടില്ല, ഇപ്രാവശ്യം നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ മൂട് നട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം 4 മൂടായിരുന്നു, ഇപ്പോൾ 6 7 മൂടുണ്ട്. ഇപ്പം 4 5 6 7 മൂടുണ്ട്. ഇപ്രാവശ്യം വലിയ നമുക്ക് ഇതൊന്നും വെള്ളിയാഴ്ചയുടെ ഇതൊന്നും പ്രശ്നം വലിയ കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു, 1-2 എണ്ണമൊക്കെ നമ്മുടെ ഉണങ്ങിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ തക്കാളി നമ്മുടെ അതൊക്കെ ജൈവ രീതിയിൽ മമ്മി എങ്ങനെയാണ് പരിഗണിച്ചതെന്നൊക്കെ വിശദമായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്നുകൂടെ പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് ഇത് പറിച്ചെടുക്കാം. എന്താ ആദ്യം നമുക്ക് നമ്മുടെ തക്കാളി പറിച്ചെടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ ഒരെണ്ണെടുത്ത് കഴിക്കാൻ തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മുടെ തക്കാളി മമ്മി കാണാതെ ഞാൻ മേളി വന്ന് പിച്ചിട്ട് നല്ല മധുരം കേട്ടോ. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന തക്കാളി ചെറിയ പുളിപ്പ് കാണത്തില്ലേ, ഇത് നമ്മുടെ വീട്ടിലുണ്ടായോണ്ടാണോ എന്തോന്ന് അറിഞ്ഞോളൂ, നല്ല മധുരമാണ്. എന്തായാലും നിറം നോക്കിക്കേ, ഇപ്പം കഴിപ്പും തുടങ്ങിയാ. കൊള്ളാം കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് പറിച്ചെടുക്കാം. അത് ശരിയാ, കൊള്ളാമല്ലോ. നീ അങ്ങോട്ട് പറിച്ചു വെച്ച്. അപ്പം നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ അടർത്തി ഇങ്ങനെ എടുത്താൽ മതി. കണ്ടോ, അങ്ങനെയുണ്ട്. നട്ടുപിടിപ്പിക്കണം. കണ്ടോ, അപ്പം നമുക്കിങ്ങനെ കിലോ കണക്കിന് നമുക്ക് തക്കാളി പറിക്കാം അല്ലേ? അപ്പം ചിലരൊക്കെ ചോദിക്കും, ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഈ 2 തക്കാളി പറിക്കാനാണോ എന്ന്. അതല്ല, നമുക്ക് ഇതൊക്കെ കാണുമ്പം തന്നെ ഒരു സന്തോഷം അല്ലേ? നോക്കിക്കേ, ഇത്രയും തക്കാളിയൊക്കെ നമുക്ക് ഒരു ട്രിപ്പ് ഇത്രയും പറിക്കാന്ന് വെച്ചാൽ എന്താ. ആദ്യത്തെ തക്കാളി തന്നെ ഇത്രയും കിട്ടുക വെച്ചാൽ ഇനിയും മഞ്ഞ കളറിലൊക്കെ നിപ്പുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ വീട്ടിൽ നിന്ന് ഇതാണ്ട് ഇത്രയും തക്കാളി, നല്ല അടിപൊളി തക്കാളി ട്രിപ്പിനെ അല്ലേ? അതും ആദ്യത്തെ വിളവെടുപ്പാന്ന് ഓർത്തോണം. അത് തന്നെ, നല്ല രസമുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ അല്ല, നല്ല റെഡ് കളറ്, നല്ല ഫ്രഷ് ആയിട്ടല്ലേ. ഞാൻ ഇപ്പോൾ കഴിച്ചു കാണിച്ചില്ലേ, അതിൽ കൂടുതൽ എന്താ വേണം. നല്ല മധുരമുണ്ട് കേട്ടോ. സാധാരണ ഒരു ചെറിയ പുളിപ്പ് കാണത്തില്ല, അതൊന്നുമില്ല, നല്ല മധുരമുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇനി എന്തുവാ ഇനി ഇതിന്റെ പരിചരണവും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം അവർക്ക് അല്ലേ? ഇത് അവസാനം വരെ ഇത്രയും കായൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ചെയ്ത ടിപ്സുകളൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ കൊലകുത്തി പിടിക്കാനായിട്ടും ഇഷ്ടം പോലെ കായ പെട്ടെന്ന് പിടിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ടിപ്സുകളാണ്. ഓക്കെ, ഇനി അങ്ങോട്ട് നമുക്ക് ടിപ്സിലോട്ട് കിടക്കാം. ശീതകാല പച്ചക്കറികളിൽ ഉൾപ്പെടുന്നതായ തക്കാളി നമ്മൾ കറക്റ്റ് സമയത്ത് നട്ടാൽ നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സെപ്റ്റംബർ ആദ്യം തന്നെ, അതായത് സെപ്റ്റംബർ ആദ്യം നമ്മൾ വിത്ത് പാകുന്നവരാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ആദ്യം തന്നെ വിത്ത് പാകുക. അപ്പോൾ ഒരു 3 ആഴ്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് അത് അരിയൊക്കെ നല്ലതുപോലെ കിളിച്ച് വരും. എന്നിട്ട് നമുക്ക് അതിനെ പറിച്ച് നട്ടാൽ നമുക്ക് ഒരു ഡിസംബർ ആദ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഇപ്രാവശ്യം ചെയ്തത് തൈ വാങ്ങിച്ച് നട്ടു. കുറേ തൈ വാങ്ങിച്ചായിരുന്നു നട്ടത്. അത് നല്ലതുപോലെ സെപ്റ്റംബർ 2ാമത്തെ ആഴ്ചയിലായപ്പോഴാണ് ഞാൻ ഈ തൈയൊക്കെ വാങ്ങിച്ചത്. അത് നല്ല രീതിയിൽ നട്ടു. എനിക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ടും സാധിച്ചു. നിങ്ങളെ തൈ നടുന്ന രീതിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നടുന്ന രീതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ തൈ മേടിച്ചാണ് നട്ടത്. ഒരു തൈക്ക് 3 രൂപ വെച്ചാണ് ഞാൻ വാങ്ങിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന വീഡിയോയിൽ നമ്മൾ കോളിഫ്ലവർ ക്യാബേജൊക്കെ വിളവെടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് അതേപോലെ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് നോക്കണം. ഇപ്പം അധികം സമയമൊന്നും പോയിട്ടില്ല, നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം നട്ടുപിടിപ്പിച്ചാലും മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് തക്കാളിയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ തക്കാളിയുടെ അരിയോ പിന്നെ അതുപോലെ തയ്യോ നമുക്ക് കിട്ടാത്തവർ, വാങ്ങിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വാങ്ങുന്നതായ തക്കാളിയുടെ വിത്തെടുത്ത് നമുക്ക് പാകി കിളിപ്പിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നട്ടിരിക്കുന്നതായ 3-4 തയ്യും എൻ്റെ അടുത്തുണ്ട്. അതിനകത്ത് നല്ലതുപോലെ പൂവൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണൊക്കെ ഒരുക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയിൽ കുമ്മായമൊക്കെ ഇട്ട് 10 ദിവസം ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് 11ാം ദിവസം നമ്മൾ വളമൊക്കെ ഇട്ടിട്ട് നമ്മൾ മണ്ണ് ഒരുക്കുന്നതും ഗ്രോ ബാഗിനകത്ത് അത് ശരിയായ രീതിയിൽ നിറയ്ക്കുന്നതുമായ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു നോക്കണം. അതിന് ശേഷം വേണം നമ്മൾ ഈ തൈകൾ പറിച്ച് അതിനകത്തോട്ട് നടാനായിട്ട്. അപ്പം മണ്ണ് ഒരുക്കുന്നത് മുതൽ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഏത് വിളവ് ഏതിനകത്ത് നിന്നെങ്കിലും നമുക്ക് നല്ല വിളവ് കിട്ടുകയുള്ളൂ.
അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തക്കാളിയൊക്കെ നട്ടിട്ട് നമ്മൾ 3 വളപ്രയോഗ രീതികൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ 3 വളപ്രയോഗ രീതികളൊക്കെ ചെയ്യുമ്പോഴേ, അതായത് ഒരു 15 നമ്മൾ മണ്ണൊരുക്കി കഴിഞ്ഞതിന് ശേഷം നട്ടതിന് ശേഷം പിന്നെ 15-ാം തീയതി 30-ാം തീയതി പിന്നെ 30 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 45-ാം ദിവസം, ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് നമ്മൾ നല്ലൊരു മെയിനായിട്ട് വളപ്രയോഗ രീതിയിനകത്ത് ചെയ്യണം. അതുകൂടാതെ തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ പിന്നെ ആഴ്ചയിൽ 1ഉം 2ഉം വെട്ടുമൊക്കെ നമ്മൾ ഓരോ സ്ലറികളും കൂടെ ഇതിനകത്തൊക്കെ കൊണ്ടൊഴിക്കുമ്പോൾ നമ്മുടെ പിന്നെ തക്കാളിയിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഏത് വിളകളാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല വിളകൾ കിട്ടുന്നതായിരിക്കും. അപ്പം ആ 3 വളപ്രയോഗ രീതിയും ഇനി നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല, അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തക്കാളി കിലോ കണക്കിന് നിങ്ങൾക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചിലരെങ്കിലും പറയുന്നുണ്ടാകും ഈ 2-3 തക്കാളി നന്നിട്ട് നമ്മൾ എത്ര കാലം നോക്കിയിരുന്നാലും അല്ലെങ്കിൽ എത്ര വളപ്രയോഗം ചെയ്താലും എത്ര മരുന്ന് തളിച്ചാലാണ് നമുക്ക് ഇത് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു പ്രശ്നമല്ല. അപ്പം നമ്മൾക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കിട്ടുന്നതായ ഒരു മാനസികമായ ഒരു സന്തോഷമൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഒരു തക്കാളിയൊക്കെ പഴുത്ത് ഇങ്ങനെ ചുമന്ന് നിൽക്കുന്ന കാണുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. നമുക്ക് ഒരുപാട് കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല, നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ തക്കാളിയും പച്ചക്കറികളും ഒക്കെ നമുക്ക് കിട്ടും. അതിപ്പം കുറേ പേര് ഇങ്ങനെ പച്ചക്കറി കൃഷിയിലോട്ട് വരികയും ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഇതിനകത്ത് സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തൈകളൊക്കെ വളർന്നു വരുന്നതായ സമയത്ത് നമുക്ക് സ്വല്പം സൂഡോമോണസൊക്കെ നമുക്ക് ഈ ചെടികളിൽ തളിച്ചു കൊടുത്താൽ നല്ലതാണ്. സൂഡോമോണസ് തളിക്കുമ്പോഴും നമ്മൾ ഗ്ലൗസും മാസ്കും ഒക്കെ ധരിച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ നന്നായിരിക്കും. കാരണം ശ്വാസം മുട്ടലുള്ളവർക്കൊക്കെ ഇതിൻ്റെ പൊടി ചിലപ്പോൾ അലർജിയായിട്ട് മാറും. അത് നമ്മൾ പിന്നെ തീപ്പെട്ടി കവറിനകത്ത് കൊള്ളുന്ന അത്രയും പൊടിയെടുത്തിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഈ ചെടികളിലൊക്കെയും സ്പ്രേ ചെയ്ത് കൊടുത്താൽ എല്ലാ ചെടികൾക്കും നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് നല്ലതുപോലെ അത് കുരുടാതെ നല്ലതുപോലെ വളർന്നു വരികയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ പിന്നെ വെള്ളീച്ചയുടെ ശല്യം അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, മാജിക്. അതായത് അത് പിന്നെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമാണ് അറിയുന്നത് അത് കെമിക്കലാണെന്നുള്ളത്. അത് ഒരു സ്വല്പം എടുത്താൽ മതി കേട്ടോ. 1 ml എടുത്തിട്ട് കൃഷി ഓഫീസറോട് ചോദിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. 1 ml എടുത്തിട്ട് അത് ഒരു 10 ലിറ്ററോളം വെള്ളത്തിനകത്ത് കലക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്താൽ വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ വെള്ളീച്ചയ്ക്ക് വളരെയധികം ഫലപ്രദമാണത്. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഞാൻ പക്ഷേ ഉപയോഗിച്ചു, എനിക്ക് നല്ല പ്രയോജനം കിട്ടുകയും ചെയ്തു. വെള്ളീച്ച അപ്പാടെ മാറിക്കിട്ടും. നമ്മുടെ മുളകിനകത്ത് നിന്നുണ്ടെങ്കിലും തക്കാളിയിലാണെങ്കിൽ ഏതിനകത്ത് നിന്നുണ്ടെങ്കിലും അത് മാറിക്കിട്ടും. ഒറ്റ പ്രാവശ്യം നിങ്ങൾ അടിച്ചു കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയിൽ പൂവ് വരുന്നതായ സമയത്ത് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് അഥവാ പിന്നെ നമ്മുടെ എപ്സം സാൾട്ട് നമ്മൾ തളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം പ്രയോജനം നമ്മുടെ ചെടികൾക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാതെ നല്ലതുപോലെ കായ്കളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ എപ്സം സാൾട്ട് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രാവശ്യം ഒഴിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഗുണം മനസ്സിലായത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും അതേപോലെ ഒന്ന് ഒഴിച്ചു നോക്കുക. അത് സീഡ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം നഴ്സറികളിലൊക്കെ കിട്ടുന്ന സാധനമാണ്. മഗ്നീഷ്യം സൾഫേറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ കഴിക്കുന്നത് സോഡിയം ക്ലോറൈഡാണ്, ഇത് മഗ്നീഷ്യം സൾഫേറ്റ്. അത് വാങ്ങിച്ചിട്ട് 1 സ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ ചെടികളുടെ എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ഒരു നല്ല മാറ്റം. നമ്മുടെ ചെടികൾക്ക് നല്ലൊരു പച്ചപ്പും അതേപോലെ തന്നെ ഇഷ്ടംപോലെ പൂക്കളും, ആ പൂക്കളെല്ലാം കായ്കളായിട്ട് മാറാനും സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ മിക്ക പേരുടെയും ഒരു പരാതിയാണ് നമ്മുടെ പിന്നെ തക്കാളി പെട്ടെന്ന് നിൽക്കുന്ന നിപ്പിൽ തന്നെ വാടിപ്പോവുക എന്നുള്ളത്. അതുപോലെ തന്നെ പയറൊക്കെ ഇങ്ങനെ നിൽക്കുന്ന നിപ്പിൽ തന്നെ വാടിപ്പോവുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ കഞ്ഞി വെള്ളത്തിനകത്ത് നമ്മുടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അത് 2 ദിവസം അല്ലെങ്കിൽ തലേന്ന് ഇട്ടിട്ട് പിറ്റേന്ന് എടുത്താലും മതി. അതിനകത്ത് 1 നെല്ലിക്ക വലുപ്പത്തിൽ ശർക്കരയും കൂടിയിട്ട് പുളിപ്പിച്ചതിന് ശേഷം നേർപ്പിച്ച് നമ്മുടെ ചെടികൾക്ക് തളിച്ചു കൊടുക്കണം. അപ്പം അതിൻ്റെ പിന്നെ അടിമട്ട് വരുന്നിടത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചെടികൾക്ക് ഈ വാടുന്നത് വരെ നോക്കിയിരിക്കാതെ നമ്മൾ അതിന് മുമ്പായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമ്മുടെ ചെടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്നതായ ജൈവ സ്ലറിയൊക്കെ ഇപ്പോഴും ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ട്. അത് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം. നിങ്ങളതൊക്കെ ഒന്ന് നോക്കിയിരുന്നാൽ മതി. നമ്മുടെ എപ്സം സാൾട്ടിനെ കുറിച്ചും എല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നതാണ് ലിങ്ക്. അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ മിനി പറയുന്ന വളമൊന്നുമില്ല, ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് വിഷമിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്ന വളമല്ലാതെ നിങ്ങളുടെ കയ്യിൽ എന്ത് വളമാണോ ഇരിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഫിഷ് അമിനോ ആസിഡ് നമുക്ക് സ്പ്രേ ചെയ്യാം, എഗാമിനോ ആസിഡ് സ്പ്രേ ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള എന്തും. അതുപോലെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് നമുക്ക് അടിച്ച് കലക്കി കൊണ്ടുവന്നൊഴിക്കാം. അതെല്ലാം നമുക്ക് ഈ ചെടികൾക്ക്, നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കാണെങ്കിലും പൂച്ചെടികൾക്കാണെന്നുണ്ടെങ്കിലും വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. വീട്ടിൽ തന്നെ നമ്മൾ പിന്നെ തക്കാളിയുടെ വിത്ത് എടുത്തിട്ട് നമ്മൾ നടുന്ന ഒരു രീതിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കിക്കോളും. ഇത് കണ്ടേ, നമ്മളിത് നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന തക്കാളിയുടെ വിത്ത് എടുത്തിട്ട് പാകി കിളിപ്പിച്ചതാണിത്. അപ്പോൾ അതിനകത്ത് നല്ലതുപോലെ പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 4-5 മൂട് അങ്ങനെ നട്ടിട്ടുണ്ട്. അത് ഒരു മൂട് ഇതാണ്. അത് ഞാൻ 2 എണ്ണം നട്ടിട്ടുണ്ട്. അതിനകത്ത് കുറച്ചുകൂടെ വളമൊക്കെ ഇട്ട് കൊടുക്കണം. അതാണ്ട് ഒരു മൂടും കൂടെ അതിനകത്തും പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഈ കിടക്കുന്നത് നമ്മുടെ ഈ വർഷത്തെ കപ്പ ഉണക്കുന്നതാണ്. ഈ അത്യാവശ്യം കപ്പയൊക്കെ നമ്മൾ ഉണക്കി വെച്ചിരുന്നാൽ നമുക്ക് ജൂൺ ജൂലൈ മാസത്തിലൊക്കെ നല്ല മഴയൊക്കെ ആവുമല്ലോ. അപ്പോൾ നല്ല ബീഫ് കറിയോ ചിക്കൻ കറിയൊക്കെ കൂട്ടി നല്ല ഉണക്കച്ചീനിയൊക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പറായിരിക്കും. അപ്പം അത്യാവശ്യം ചീനിയൊക്കെ നിങ്ങൾ ഇതേപോലെ ഉണക്കി വെക്കുക. അപ്പം ഞാൻ കപ്പ നട്ടിട്ട് കുറേ പേര് കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. ഇതേ രീതിയിൽ കപ്പയൊക്കെ നട്ടിട്ട് ഇങ്ങനെ നമുക്ക് ഉണക്കി വെക്കാവുന്നതേ ഉള്ളൂ. അത് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും കേടാകാതെ ഇരുന്നോളൂ. ഇപ്പം പുഴുങ്ങി ഉണക്കിയാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പം ടെറസിലാകുമ്പോൾ നല്ല വെയിലുണ്ട്, അവിടെ കിടന്നങ്ങ് നല്ലതുപോലെ അങ്ങ് ഉണങ്ങി കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ തക്കാളിയുടെ ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ തക്കാളി പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. മമ്മി പറയുന്നതെല്ലാം നല്ല ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലുള്ളതാണ്. നിങ്ങൾക്ക് കടയിൽ പോയിട്ട് കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കാണിച്ചു തന്നേക്കുന്നത്. ഈ തക്കാളിയുടെ അരി പോലും നമ്മൾ കടയിൽ നിന്ന് ഒരു തക്കാളി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊന്ന് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ തക്കാളി പിടിപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ അല്ലേ? ഈസി ആയിട്ട് പറ്റും. അപ്പോൾ അത്രയും എളുപ്പമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നതാണ് നമുക്ക് വരാൻ പറ്റത്തില്ല, നിങ്ങൾ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ്ട് നമ്മൾ ചെയ്തിട്ട് 1 കിലോയിനപ്പുറം നമ്മളിപ്പോൾ വിളവെടുത്തിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ തന്നെ നേരിട്ട് നിന്ന് ഇപ്പം വെച്ച് നിങ്ങളെ കാണിക്കുകയാണ്. ഞാൻ കാണിച്ചില്ലേ? ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജായ നമ്മുടെ മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ഫേസ്ബുക്ക് പേജിലും വരുന്നതാണ്. അപ്പോൾ ഇതുവരെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവരൊന്നും ഒന്ന് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.